നമസ്കാരം. ഇന്ന് മറുനാടൻ പരിചയപ്പെടുത്തുന്നത് ഒരു മജീഷ്യനെയാണ്. എൻ്റെ ആഗ്രഹം ആക്ച്വലി ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് എടുക്കണമെന്നാണ്. സ്കൈ ഡൈവ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ മാജിക് ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 9-10 ജമ്പെങ്കിലും മിനിമം ചെയ്യേണ്ടി വരും ഇത് കിട്ടണമെങ്കിൽ. 55 വട്ടം ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു. ഇത്രയും തോൽവികൾ ഉണ്ടായിട്ടും താങ്കൾ പിന്മാറിയില്ല. വീഴുന്നത് തെറ്റല്ല, വീണെടുത്ത് നിന്ന് എണീക്കാത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. മജീഷ്യൻ മാത്രമല്ല, 9 ഓഫ് ഡയമണ്ട് ആണ്. താങ്ക് യു സോ മച്ച്. അടിപൊളി അടിപൊളി. നമ്മൾ നേരത്തെ കാണിച്ചതാണ്. ഫൈനൽ ഓക്കെ ബ്രോ, ഫോർ ദി ഫസ്റ്റ് ടൈം. ഇനി എനിക്കത് എന്തായാലും മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഇനി ബ്രോ എന്താണോ പറയാൻ പോണോ തെറ്റിയാലും ഇല്ലെങ്കിലും എനിക്കത് മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഫോർ ദി ഫസ്റ്റ് ടൈം ബ്രോ മനസ്സിൽ കണ്ട ആ ഒരു വേർഡ് ഏതാണ്? ഹാർട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനെന്ത് പണിയത്, മനസ്സിൽ എൻ്റെ കണ്ണിലേ ഞാൻ ഹാർട്ട് തന്നെ ഉറപ്പിച്ചു. എൻ്റെ അടുത്ത് ഡയമണ്ട് ആണുള്ളത്. നമസ്കാരം. ഇന്ന് മറുനാടൻ പരിചയപ്പെടുത്തുന്നത് ഒരു മജീഷ്യനെയാണ്, യുവ മജീഷ്യനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ജാലവിദ്യകൾ കാണിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ 21 വയസ്സുകാരനായ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീറാമിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ മജീഷ്യൻ ശ്രീറാം അരുൺ അതിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ മജീഷ്യൻ ശ്രീറാം അരുൺ എന്നുള്ള പേരിലേക്ക് എത്താൻ കാരണം, ഞാൻ കുട്ടിനാളിൽ മാജിക് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഷോസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാ മജീഷ്യൻസിനും അത്യാവശ്യം പഞ്ചുള്ള പേരുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മാത്രം വലിയ പഞ്ചൊന്നും ഇല്ലാത്ത ഒരു പേരാണ് വെറും ശ്രീറാം, ഇല്ലെങ്കിൽ മജീഷ്യൻ ശ്രീറാം. അങ്ങനെ ഞാൻ പണ്ട് വേറൊരു പേരിട്ടു. ആക്ച്വലി ആ പേര് ഞാൻ പറയുന്നില്ല, എന്നാലും ഞാൻ വേറൊരു പേരിട്ടിട്ട് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ശ്രീറാം അരുൺ ആക്ച്വലി അച്ഛനാണ്. ഓക്കെ, സോ അച്ഛനാണ് എന്നെ ഈ ഫീൽഡിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. സോ അച്ഛനാണ് എൻ്റെ കൈ പിടിച്ച് ആദ്യമായിട്ട് ഷോസ് കാണാൻ വേണ്ടി കൊണ്ടുവന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് മുതുവാട് സാറിൻ്റെ ഷോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കൊണ്ടുവന്നത്. സോ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ അച്ഛൻ്റെ പേര് കൂടെ ഇടാം. അങ്ങനെയാണ് മജീഷ്യൻ ശ്രീറാം അരുൺ എന്നൊരു പേരുണ്ടാക്കിയത്. ഈ 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ മാജിക്കുകൾ ചെയ്യാനുള്ള ഒരു ഐഡിയ തന്നത് ആരാണ്? ആക്ച്വലി ഞാൻ ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് വേറൊന്നുമല്ല, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പേര് എവിടെയെങ്കിലും എഴുതി ചേർക്കുന്ന ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു റെക്കോർഡെന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തുന്നത്. സോ എന്നെ അതിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് സീസൺ 4 മലയാളം അശ്വിൻ വിജയ് മജീഷ്യനാണ്. സോ ആളാണ് എന്നെ കൂടുതൽ എൻ്റെ മെൻറ്റർ എന്ന രീതിയിൽ എൻ്റെ കൂടെ നിന്നത്. അപ്പോൾ ഇപ്പോൾ റെക്കോർഡിനാണെങ്കിലും എല്ലാ ഹെൽപ്പും കാര്യങ്ങളും എല്ലാം ചെയ്ത ആളാണ്. സോ മാജിക്ക് എവിടെന്നെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഞാൻ തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള മാജിക് അക്കാഡമി ഓഫ് മാജിക്കൽ സയൻസ് എന്ന് പറയുന്നൊരു സെൻറ്റർ ഉണ്ട് പൂജപ്പുര, മുതുവാട് സാറിൻ്റെ ആണ്. അപ്പോൾ അവിടെയാണ് ഞാൻ മാജിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ കുഞ്ഞുനാളിൽ പോയതാണ്, ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ ഒരു റേഞ്ചിലാണ് ഞാൻ പഠിക്കാൻ പോയി തുടങ്ങിയത്. മുതുകാടിൻ്റെ ശിഷ്യനാണ്? ഉറപ്പായിട്ടും ഞാൻ പ്രൗഡായിട്ട് പറയും ഞാൻ മുതുവാട് സാറിൻ്റെ ശിഷ്യനാണ്. അതുകൂടാതെ മറ്റാഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ലൈക്ക് എല്ലാവർക്കും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഇല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി വാങ്ങണം, ഇല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് പല ജോലികൾ, ഇപ്പോൾ വിദേശത്ത് പോകണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം പേരുടെ ആഗ്രഹമെങ്കിൽ എൻ്റെ ആഗ്രഹം ആക്ച്വലി ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് എടുക്കണമെന്നാണ്. സ്കൈ ഡൈവ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ മാജിക് ചെയ്യണം. ലൈക്ക് ഫ്ലൈറ്റിൽ നിന്ന് ചാടി സ്കൈ ഡൈവ് ചെയ്ത് ഏറ്റവും കൂടുതൽ മാജിക് ചെയ്യണം എന്നൊരു ഡ്രീമാണ് ആക്ച്വലി എനിക്കിപ്പോൾ ഉള്ളത്. സോ ഞാൻ അതിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ ട്രയൽ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. മാജിക് എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത്? മാജിക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ 5ാം ക്ലാസ് 4ാം ക്ലാസ് ആ റേഞ്ചിൽ ഈ ബാലരമ അങ്ങനത്തെ ബുക്കുകൾ, കഥാപുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ചെറിയ മാജിക്കുകളൊക്കെ വരും, ചെറിയ കോയിൻ മാജിക്, അങ്ങനെ മാജിക്കുകളൊക്കെ വരാറുണ്ട്. അതിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിലെല്ലാം ഓപ്പണായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ സമയത്ത് അമ്മയ്ക്കും അച്ഛനും സ്വാഭാവികമായിട്ടൊരു സംശയം കാണും, ഇതുകൊണ്ട് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളൊരു സംശയം കാണും. പക്ഷേ എൻ്റെ അടുത്ത് അവർ നോ പറഞ്ഞിട്ടില്ല, നമുക്ക് പഠിക്കാൻ പോകാമെന്നുള്ള എൻ്റെ ആഗ്രഹപ്രകാരം അവരെന്നെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് എന്നെ പഠിക്കാൻ കൊണ്ട് അക്കാഡമിയിലാക്കിയിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഇതുവരെ എത്തിയത്. എത്ര വരെ പഠിച്ചു ശ്രീറാം? ഞാൻ ആക്ച്വലി +2 വരെയാണ് പഠിച്ചത്. +2 കഴിഞ്ഞിട്ട്
ഞാൻ സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാഡമി കൊച്ചി, ഞാൻ അവിടെ സിനിമാറ്റോഗ്രഫി പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ അവിടെ പോയതിന് ശേഷം ഞാൻ ഓൾമോസ്റ്റ് ഒരു 1.5 വർഷം അവിടെ നിന്നു, കഷ്ടപ്പെട്ട് നിന്നു. കാരണം എൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ പോയതെങ്കിലും എനിക്ക് അവിടുത്തെ ക്ലാസ്സും ഇവിടുത്തെ എൻ്റെ മാജിക്കിൻ്റെ ഷോസുമായിട്ട് എനിക്ക് മുമ്പോട്ട് ഒരുമിച്ച് പോകാൻ ഭയങ്കര പാടായിരുന്നു. കാരണം ട്രിവാൻഡ്രത്ത് വരണം, പിന്നെ തിരിച്ച് ട്രാവൽ ചെയ്ത് അവിടെ പോകണം ക്ലാസ്സിന്. സോ അങ്ങനത്തെ ആഗ്രഹപ്രകാരം ഞാൻ സിനിമാറ്റോഗ്രഫി മാജിക്ക് നിർത്തേണ്ടതിന് പകരം ഞാൻ സിനിമാറ്റോഗ്രഫി നിർത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കുള്ള ആ ഒരു വഴി എന്തായിരുന്നു? ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് എത്താൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പേര്, ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു മരണം, ഒരു ദിവസം നമുക്ക് മരിക്കും നമ്മൾ. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ പേര് എവിടെയെങ്കിലും എഴുതി ചേർക്കണം എന്നുള്ളൊരാഗ്രഹം. എൻ്റെ പേര് ഇപ്പോൾ ശ്രീറാം അരുൺ എന്ന് പറയുന്ന എൻ്റെ പേര് എവിടെയെങ്കിലും ഇല്ലെങ്കിൽ ഗൂഗിളിലോ ഞാൻ ജസ്റ്റ് ശ്രീറാം അരുൺ എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ഹിസ്റ്ററി വരണം. ആ രീതിയിൽ ഒരു ആഗ്രഹപ്രകാരമാണ് ആക്ച്വലി ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുന്നത്. പ്രൊസീജിയർ എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള എൻട്രി? ആക്ച്വലി ഇതിൻ്റെ ഒരു ലോങ് പ്രൊസീജിയറായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് അടുപ്പിച്ച് ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയത്. എല്ലാം കൂടെ ഒരു 1 മന്ത് എടുത്തു എനിക്ക്. നമ്മൾ അപ്ലൈ ചെയ്ത് പിന്നെ അറ്റംപ്റ്റ് ചെയ്യണം, പിന്നെ അവർ ജഡ്ജ് ചെയ്യും, പിന്നെ ഫുൾ അവർ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്കവരിത് റെക്കോർഡ് കിട്ടിയോ ഇല്ല എന്നുള്ള ഒരു കൺഫർമേഷൻ തരുന്നത്. സോ അങ്ങനെയായിരുന്നു. പിന്നെ അതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ഒരു 15 to 20 ഡേയ്സ് അടുപ്പിച്ച് ഈ സാധനം നമ്മളെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതാണ് ഒരു വലിയ സംഭവമാണ് ആ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മൾ സ്വപ്നം കാണുന്നത് ഫുൾ ഇതായിരിക്കും. സോ ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് കിട്ടിയപ്പോൾ ഐ വാസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ 1 മിനിറ്റിൽ എത്ര മാജിക്കുകൾ ചെയ്തു? ഞാൻ 28 മാജിക്കാണ് 1 മിനിറ്റിൽ ചെയ്തത്. അതിൽ 3 മാജിക്ക് വിസിബിലിറ്റി ഇല്ല എന്നുള്ള റീസണാൽ അവർ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റ് ഒന്നും കൂടെ ചെയ്യാമായിരുന്നു. പക്ഷേ എൻ്റെ അന്നത്തെ മാജിക്കിൻ്റെ ഐറ്റംസ് അവൈലബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്ത് 28 തന്നെ നിൽക്കാത്തത്. ഉറപ്പായിട്ടും ഞാൻ അടുത്തൊരു വർഷം എന്തായാലും 25 എന്നുള്ളത് ഉറപ്പായിട്ടും ഞാൻ അത് കൂട്ടും, കൺഫേം ആയിട്ടും. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിൽ റെക്കോർഡിൽ, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറിയിരിക്കുകയാണ്. വീട്ടുകാരുടെയും മറ്റ് സുഹൃത്തുക്കളുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടുകാർ എൻ്റെ അടുത്ത് ഇതുവരെ നോ പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്യുന്നൊരു നല്ല കാര്യമാണെങ്കിൽ ഒരിക്കലും അവർ നോ പറയില്ല. എല്ലാത്തിനും അവരെൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ചേച്ചിയുണ്ട്, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്. സോ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇതിപ്പോൾ കിട്ടിയതിന് ശേഷമാണെങ്കിലും അവർ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടേ ഉള്ളൂ. അവർക്ക് വേറെ രീതിയിലുള്ള വിഷമമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇനി ഇതുകൊണ്ട് പോകും ഇല്ലെങ്കിൽ ഇതുകൊണ്ട് ഇനി വല്ലതും നേടാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ടൊന്നും അവരുടെ മനസ്സിൽ. ഉറപ്പായിട്ടും അവർ കോൺഫിഡൻ്റ് ആണ് ഞാൻ രക്ഷപ്പെടും എന്നുള്ളത്, ഇല്ലെങ്കിൽ ഞാൻ സക്സസ് ആവും എന്നുള്ളത് അവർ കോൺഫിഡൻ്റ് ആണ്. അതുപോലെ തന്നെ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും കൂട്ടുകാരെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഷൂട്ടിംഗ് ടൈമിലാണെങ്കിൽ പോലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. രാവും പകലും ഇല്ലാതെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ശ്രീറാമിൻ്റെ അടുത്ത സ്വപ്നം എന്താണ്? എൻ്റെ അടുത്ത സ്വപ്നം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കൈ ഡൈവ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ മാജിക് ചെയ്യുക എന്നതാണ് ഞാൻ എടുക്കാൻ പോകുന്ന ടൈറ്റിൽ. സോ അത് കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മൾ ഏകദേശം ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ ഒരു 59,000-60,000 രൂപ അടുപ്പിച്ച് നമുക്കൊരു ജമ്പിന് സ്കൈ ഡൈവിന് വരുന്നുണ്ട്. ഞാൻ ദുബായിലാണ് ആക്ച്വലി അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്കൈ ഡൈവിങ് കമ്പനീസിൽ വിളിച്ച് എനിക്കൊരു ഡിസ്കൗണ്ട് എന്തെങ്കിലും സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? എനിക്ക് ഒരിക്കലും സ്പോൺസർഷിപ്പ് അല്ല, എനിക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ എനിക്ക് അത്രയും എനിക്ക് ഉപകാരപ്പെടും. ബിക്കോസ് എനിക്ക് ഒരു അറ്റംപ്റ്റിലോ 2 അറ്റംപ്റ്റിലോ ചിലപ്പോൾ ഇത് പോസിബിൾ ആവണമെന്നില്ല. ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തന്നെ ഞാൻ 55 വട്ടം അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടുന്നത്. സോ അതേപോലെ നമുക്ക് 1-2 അറ്റംപ്റ്റിൽ കിട്ടണമെന്നില്ല. ഞാൻ ഇതുവരെ സ്കൈ ഡൈവ് ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ നിന്ന് ചാടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫീൽ എന്താണെന്ന് എനിക്ക് ആദ്യം അറിയണം. അതിനാണ് ഞാൻ ആക്ച്വലി ട്രയലിന് പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9-10 ജമ്പെങ്കിലും മിനിമം ചെയ്യേണ്ടി വരും ഇത് കിട്ടണമെങ്കിൽ. എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണ്. മേ ബി അതിനുള്ളിൽ കിട്ടും, ചിലപ്പോൾ അത് കഴിഞ്ഞ് പോവാം. പക്ഷേ ഞാൻ ലിമിറ്റ് വെച്ചിരിക്കുന്നത് 10 സോ ഓൾമോസ്റ്റ് ഒരു 6 ലക്ഷം രൂപ അടുപ്പിച്ച് നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. ഈ 55 വട്ടം ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു. ഇത്രയും തോൽവികൾ ഉണ്ടായിട്ടും താങ്കൾ പിന്മാറിയില്ല? മെൻ്റലി ഞാൻ ഒരുപാട് തളർന്നിട്ടുണ്ട്. ഈ 55 വട്ടത്തിൽ തന്നെ ഒരു 10 വട്ടം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് തളർന്നിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ഒരു ഫുൾ ഷോയിൽ
എൻ്റെ ഒരു മണിക്കൂർ ഫുൾ ഷോയിൽ ഞാൻ ചെയ്യുന്ന ഒരു 14-15 മാജിക്കാണ് വെറും. പക്ഷെ ഞാൻ ഈ 1 മിനിറ്റിൽ എനിക്ക് 25 മാജിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. ഇല്ലെങ്കിൽ 28 മാജിക് ഞാൻ 30 എന്നുള്ള കോൺസെപ്റ്റിലാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. 30 ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റിലാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ അത് 28 വരെ എത്തിയത് സത്യം പറഞ്ഞാൽ ആദ്യം 10 മാജിക്കായിരുന്നു 1 മിനിറ്റ് വന്നത്. പിന്നെ അത് 12 ആയി, 14 ആയി, 20 ആയി. അങ്ങനെ ഞാൻ 55 വട്ടം അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പലതും ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ രാത്രി 1 മണിക്ക് തുടങ്ങിയിട്ട് അറ്റംപ്റ്റ് തീർന്ന അടുത്ത ദിവസം വൈകിട്ട് 5:30-ക്കാണ്. ഞാൻ അത്രയും ഫുൾ ടൈം ഞാൻ ഉറങ്ങാതെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ആക്ച്വലി 55 വട്ടം എത്തിയത്. ഞാൻ തളർന്നു പോയിട്ടില്ല, ഇനി തളരാൻ താല്പര്യമില്ല. ഇന്നത്തെ കാലത്ത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന, അല്ലെങ്കിൽ +2 ഒരു വിഷയത്തിലൊക്കെ തോറ്റുപോയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലമാണ് ഇന്നത്തേത്. അപ്പോൾ അത്തരം നമ്മുടെ യുവാക്കളോട് പറയാനുള്ളത് എന്താണ്? ഉറപ്പായിട്ടും വീഴുന്നത് തെറ്റല്ല, വീണെടുത്ത് നിന്ന് എണീക്കാത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ഫെയിലായി പോവാം, നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫെയിലായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. ബിക്കോസ് ഇങ്ങോട്ടേക്ക് നമ്മളെ ദൈവം അയച്ചു വിട്ടേക്കുന്നത് തന്നെ ജീവിക്കാൻ വേണ്ടിയാണ്. സോ ജീവിക്കുക, എൻജോയ് ചെയ്യുക, ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് ചെയ്യുക. അല്ലാതെ ഒരാൾ സജസ്റ്റ് ചെയ്ത് തരുന്ന ഒരു വഴി കൂടെ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഒരു താല്പര്യമില്ല. അതാണ് എനിക്ക് ബാക്കിയുള്ളവരോടും പറയാനുള്ളത്. ഒരിക്കലും വേറെ ആൾ സജസ്റ്റ് ചെയ്യുന്ന വഴി പോവാതെ നമ്മുടെ സ്വന്തം തീരുമാനങ്ങൾക്ക് പുറകെ പോവുക. അത് നല്ല വഴിയിൽ കൂടെ മാത്രം പോവുക. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാന്നുള്ളൊരു ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ആക്ച്വലി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്നല്ല, എൻ്റെ തീരുമാനങ്ങളെ എതിർക്കാൻ വേണ്ടി ആരും മുമ്പിൽ വന്നിട്ടില്ല. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ തീരുമാനങ്ങളെ എതിർക്കാൻ ആരും വന്നിട്ടില്ല. ഉറപ്പായിട്ടും ഞാൻ എൻ്റെ കുടുംബത്തിനപ്പുറം ഞാൻ ആരോടും ഒന്നും ചോദിക്കാറില്ല. ഇപ്പോൾ കുടുംബം ഇല്ലെങ്കിൽ എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അച്ഛനമ്മ, ചേച്ചി, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇത്രയും പേരുടെ ഞാൻ അഭിപ്രായം ചോദിക്കാറുണ്ട്. അതേപോലെ എൻ്റെ 2-3 കൂട്ടുകാരോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. അതിനപ്പുറം ഞാൻ വേറെ ആരോടും എൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കാറില്ല, ഇല്ലെങ്കിൽ അഭിപ്രായങ്ങളായിട്ടൊന്നും ചോദിക്കാറില്ല. എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാറില്ല. ഞാൻ മാക്സിമം ഇത്രയും പേരെ ഇൻവോൾവ് ചെയ്യാറുള്ളൂ എൻ്റെ കാര്യങ്ങളിൽ. ചേട്ടാ റെഡിയാണോ? ഓക്കെ. ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ കാർഡൊന്ന് ഷഫിൾ ചെയ്യാണ്. മജീഷ്യൻസ് എപ്പോഴും പ്രൊഫഷണലിയാണ് ഷഫിൾ ചെയ്യാറ്. നമ്മളിപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഇങ്ങനെ ഈ കാർഡ്സ് ഞാൻ അങ്ങനെയാണ് ഷഫിൾ ചെയ്യുന്നത്. പക്ഷേ പ്രൊഫഷണലി നമ്മൾ ഷഫിൾ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പ്രൊഫഷണലി ഷഫിളായിരിക്കും. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഒരു സംശയം കാണും, എല്ലാ കാർഡ്സും സെയിം ആണോ എന്നുള്ളൊരു സംശയം കാണും. എല്ലാ കാർഡ്സും സെയിം അല്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. എല്ലാം ഡിഫറെൻറ്റ് കാർഡ്സാണ്. ഓക്കെ, ഫൈൻ. സോ ബ്രോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ റിഫിൽ ചെയ്യും. ബ്രോയ്ക്ക് എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയാം. ഇപ്പോൾ ഇവിടെയാണ് സ്റ്റോപ്പ് പറയുന്നതെങ്കിൽ ബ്രോയിൻ്റെ കാർഡ്, ഇവിടുത്തെ കാർഡ് ബ്രോയിൻ്റെ കാർഡായിരിക്കും. റാൻഡം പറഞ്ഞു നിൽക്കുന്ന കാർഡ് അല്ല, റിഫിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ ടോപ്പിൽ വരുന്ന കാർഡ് ബ്രോയിൻ്റെ കാർഡായിരിക്കും. ഓക്കെ, ഫൈൻ. റെഡി? എവിടെയെങ്കിലും സ്റ്റോപ്പ് പറഞ്ഞോളൂ. ബ്രോയ്ക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. വേണ്ട? ഓക്കെ, ബ്രോ ഇവിടുത്തെ കാർഡ് എടുക്കുക. എന്നെ കാണിക്കരുത്, ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഞാൻ കണ്ണടച്ചിരിക്കാം. കാണിച്ച് കഴിയുമ്പോൾ പറയണം കേട്ടോ. റെഡിയാണോ? ഓക്കെ, മറച്ചു വെച്ചോ, നെഞ്ചത്തോട് ചേർത്ത് വെച്ചോ. ഓക്കെ, ഓക്കെ, ഫൈൻ. സോ ഞാൻ ഈ കാർഡ് ഗെസ് ചെയ്യുന്നു എന്നതാണ് എൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഏകദേശം 52 കാർഡ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ബ്രോ മറന്നു പോകുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. ഞാൻ നോക്കിയില്ല കാർഡ്, ഞാൻ ക്യാമറയ്ക്ക് മാത്രമേ. ഓക്കെ, ഫൈൻ. 52 കാർഡ് ഉണ്ട്. അതിൽ ഒരു കാർഡ് ബ്രോയിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. സോ 51 കാർഡ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രോ 51 പോസിബിലിറ്റീസ് ഉണ്ട് എനിക്ക്. ഈ 51 പോസിബിലിറ്റീസിൽ 1 തൊട്ട് 10 വരെയുള്ള നമ്പറുകളുണ്ട്. 3 പിക്ചർ കാർഡുകളുണ്ട്. കിങ്, ക്വീൻ, ജാക്ക് എന്ന് പറയുന്ന 3 കാർഡ്സ് ഉണ്ട്. അതിൽ വേറൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ റെഡ് കാർഡും ഉണ്ട്, ബ്ലാക്ക് കാർഡും ഉണ്ട്. സോ ഇത്രയും പോസിബിലിറ്റീസിൽ നിന്ന് എനിക്ക് ഒരു കാർഡ് ചൂസ് ചെയ്യണം. ബ്രോ എടുത്തിരിക്കുന്ന ഒരു കാർഡ് ചൂസ് ചെയ്യണം. അപ്പോൾ ഫോർ ദി ഫസ്റ്റ് നമുക്ക് റെഡ് കാർഡാണോ ബ്ലാക്ക് കാർഡാണോ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ റെഡ് ബ്ലാക്ക് എന്ന് പറയും. ഓക്കെ, ബ്രോയിൻ്റെ ആ ഒരു കളർ ഏതാണോ ആ കളറിൽ ഇതിൽ വരുമ്പോഴത്തേക്ക് ഒരു റിയാക്ഷൻസും തരരുത്. ഓക്കെ, ഫൈൻ. റെഡ് ബ്ലാക്ക്, റെഡ് ബ്ലാക്ക്, റെഡ് ബ്ലാക്ക്, റെഡ് ബ്ലാക്ക്, റെഡ് 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 ബ്ലാക്ക്, ബ്ലാക്ക് ബ്ലാക്ക്. ഐ തിങ്ക് ബ്രോ റെഡ് കാർഡല്ലേ? ആണ്. ഓക്കെ, റെഡ് കളറാണ്. ഫൈൻ. ഓക്കെ ബ്രോ, അതിൽ വലിയൊരു ചാലഞ്ചിങ് ഇല്ല. കാരണം 2 പോസിബിലിറ്റി ഉള്ളൂ, റെഡ് ആണോ ബ്ലാക്ക് ആണോ. എനിക്ക് ചിലപ്പോൾ ഞാൻ ഗസ് ചെയ്തതായിരിക്കാം. ഓക്കെ, അതിൽ കാര്യമില്ല ബ്രോ. ഇനി നമ്മളതിൻ്റെ സിമ്പിൾ ഗസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, സിമ്പിൾ എന്ന് പറയുമ്പോൾ റെഡിൽ 2 സിമ്പിളാണുള്ളത്, ഹാർട്ട് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്. ഓക്കെ, ഇതിലേതോ ഒരു സിമ്പിൾ ബ്രോ
ബ്രോയുടെ കാർഡാണ്, ഏതോ ഒരു സിമ്പിൾ ബ്രോയുടെ കാർഡിലുണ്ട്. അപ്പോൾ ഞാൻ ഹാർട്ട്സ് ഡയമണ്ട്സ് എന്ന് പറയും. ഓക്കെ, ഇതിലേതെങ്കിലും വരുന്നുണ്ടെങ്കിൽ ബ്രോ ഒരു റിയാക്ഷൻ തരണ്ട. ഓക്കെ ഫൈൻ. ഹാർട്ട്സ് ഡയമണ്ട്സ്, ഹാർട്ട്സ് ഡയമണ്ട്സ്, ഹാർട്ട്സ് ഡയമണ്ട്സ്, ഹാർട്ട്സ് ഹാർട്ട്സ്. ബ്രോ ഹാർട്ട്സ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 2 തവണ കണ്ണടച്ചായിട്ട് ഹാർട്ട്സ് ആണോ? ആണോ? ഹാർട്ട്സ് അല്ല, ഡയമണ്ട് ആണ്. ഓക്കെ, നോ പ്രോബ്ലം. മാജിക് സംടൈംസ് ഫെയിൽ ആവും, അതിൽ കാര്യമില്ല ബ്രോ. ഇനിയുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവം. 1 മുതൽ 10 വരെയുള്ള നമ്പറിൽ ഏതോ ഒരു കാർഡാണ് ബ്രോൻ്റെ കാർഡല്ലേ? ഒരിക്കലും കിങ് അല്ല, ക്വീൻ അല്ല, ജാക്ക് അല്ല, അല്ല. ഓക്കെ ബ്രോ, എനിക്ക് വേണ്ടി തലയാട്ടി തരുന്നുണ്ട്, നന്ദിയുണ്ട്. ഓക്കെ, എന്തായാലും ബ്രോ 1 മുതൽ 10 വരെയുള്ള ഏതോ ഒരു നമ്പറാണ് ബ്രോൻ്റെ ഉള്ളത്. 10 പോസിബിലിറ്റീസ് ഉണ്ട്. 1 മുതൽ 10 വരെ 10 പോസിബിലിറ്റീസ് ഉണ്ട്. ഒരെണ്ണം ഫെയിലായി എന്തായാലും. ബ്രോ പറഞ്ഞ് ഹാർട്ട് അല്ല ഡയമണ്ട് ആണെന്ന് പറഞ്ഞു. പക്ഷേ ബ്രോ ഞാൻ പറയുന്നു 5നും 10നും ഇടയ്ക്കുള്ള ഏതോ ഒരു കാർഡാണ് ബ്രോൻ്റെ കയ്യിലിരിക്കുന്നത് അല്ലേ? ആണ്. ഓക്കെ ബ്രോ 6നും 10നും ഇടയ്ക്കുള്ള ഏതോ ഒരു കാർഡാണ് ബ്രോൻ്റെ കയ്യിലിരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ബ്രോ 8നും 10നും ഇടയ്ക്കുള്ള ഒരു കാർഡ്, അതായത് 9 ബ്രോൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. കറക്റ്റാണ്. 9 ഓഫ് ഡയമണ്ട് ആണ്. താങ്ക് യു സോ മച്ച്. അടിപൊളി അടിപൊളി. എന്താ നമ്മൾ നേരത്തെ കാണിച്ചതാണ്. പിന്നെ ഹാർട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനെന്ത് വേണം ഇത് മനസ്സിൽ എൻ്റെ കണ്ണിലേ ഞാൻ ഹാർട്ട് തന്നെ ഉറപ്പിച്ചു. എൻ്റെ അടുത്ത് ഡയമണ്ട് ആണുള്ളത്. പക്ഷേ ഞാൻ കൺഫ്യൂഷൻ, പുള്ളിക്കാരന് കൺഫ്യൂഷൻ വരുമോ എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി എനിക്ക് 9 കണ്ടുപിടിക്കാം, ഈ കളർ കണ്ടുപിടിക്കാം. സിമ്പിൾ ആക്ച്വലി ഞാൻ മനഃപൂർവ്വം ഫെയിലാക്കിയതാണ്. ഇത്രയും കണ്ടുപിടിക്കാമെങ്കിൽ എനിക്ക് സിമ്പിൾ കറക്റ്റായിട്ട് പറഞ്ഞൂടെ? അടിപൊളി അടിപൊളി. അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ആക്ച്വലി അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡാണുള്ളത്. അച്ഛൻ ആക്ച്വലി വട്ടിയൂർക്കാവ്, ട്രിവാൻഡ്രം വട്ടിയൂർക്കാവ് സബ് ഇൻസ്പെക്ടറാണ്, സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറാണ്. പിന്നെ അമ്മ വന്നിട്ട് പേരൂർക്കോട സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ മാനേജറാണ്. പിന്നെ ചേച്ചി ആക്ച്വലി ഡോക്ടറാണ്. ചേച്ചി കോയമ്പത്തൂരാണ് വർക്ക് ചെയ്തത്. പിന്നെ ഇവിടെ ട്രിവാൻഡ്രം GG ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ ഡൽഹി സെറ്റിൽഡ് ആണ്. ചേച്ചിയുടെ ഹസ്ബൻഡായിട്ട് ഡൽഹി സെറ്റിൽഡ് ആണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ട് ടൂറിസം ഡെവലപ്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. മജീഷ്യൻ മാത്രമല്ല, ഞാനൊരു 3-4 വർഷമായിട്ട് മെന്റലിസം മാത്രമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം അതിൽ കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആവാം എന്നുള്ള ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ വന്നു. അങ്ങനെ ഞാൻ ഒരു 3-4 വർഷമായിട്ട് പ്രൊഫഷണലി ഇപ്പോൾ ഹോട്ടൽസിലാണെങ്കിലും എല്ലാം മെന്റലിസം ഷോ ആണ് ചെയ്യുന്നത്. 1/2 മണിക്കൂർ മെന്റലിസം ഷോ. നമുക്ക് ഒരു മെന്റലിസം കാണാം. എന്നെ മെന്റലാക്കാൻ നോക്കാം. ഓക്കെ റെഡി. ചേട്ടാ ആക്ച്വലി എൻ്റെ കയ്യിൽ 2 ബുക്കുകളുണ്ട്. ഒന്ന് പറയുന്ന കാർഡ്ബോർഡ് കാസിൽ എന്ന് പറയുന്ന ഒരു ബുക്ക്, ഒന്ന് പറയുന്ന ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. സോ ഇതിലേതെങ്കിലും ഒന്ന് വായിച്ചിട്ടുണ്ടോ? ഇല്ല, രണ്ടും വായിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനത്തെ നല്ല ശീലങ്ങളൊന്നും ഇല്ല. ഓക്കെ ഫൈൻ. ഓക്കെ ഫൈൻ. ഇതിലേതെങ്കിലും ഒരു ബുക്ക് ചൂസ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഡാവിഞ്ചി കോഡ്. ഓക്കെ ബ്രോ, ഏകദേശം എത്ര പേജ് ഉണ്ടായിരിക്കും? എൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജ് ഒന്ന് എടുത്ത് നോക്കുക. എത്ര പേജ് ഉണ്ടായിരിക്കും? 328 പേജുള്ള ഒരു ബുക്കിൽ ഏകദേശം ലക്ഷക്കണക്കിന് വേർഡ്സുകൾ ഉണ്ടാവും. വലുതും ചെറുതുമായ ലക്ഷക്കണക്കിന് വേർഡ്സ് ഉണ്ടാവും. ഓക്കെ, ബുക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ചെയ്യേണ്ട സിമ്പിളാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, ഹിന്ദുക്കൾ അവരുടെ വിശ്വാസത്തിന് വേണ്ടി മഹാഭാരതം, രാമായണം പോലത്തെ പുസ്തകങ്ങൾ തുറന്ന് വായിക്കാറുണ്ട്. ഓക്കെ, ക്രിസ്ത്യൻസ് അവരുടെ വിശ്വാസത്തിന് വേണ്ടി ബൈബിൾ പോലുള്ള ബുക്കുകൾ തുറന്ന് വായിക്കാറുണ്ട്. മുസ്ലിംസ് അവരുടെ വിശ്വാസത്തിന് വേണ്ടി ഖുറാൻ പോലുള്ള പുസ്തകങ്ങൾ തുറന്ന് വായിക്കാറുണ്ട്. ബ്രോയ്ക്ക് വിശ്വാസം വരുന്ന ഒരു പേജ് ഓപ്പൺ ചെയ്തെടുക്കുക. ഓപ്പൺ ചെയ്തു. അതിന് 2 സൈഡ് ഉണ്ട്. ഓക്കെ, എന്നെ കാണിക്കണ്ട, പൊക്കി വെച്ചേക്കുക. ബ്രോ ചെയ്യേണ്ട സിമ്പിളാണ്. അതിൽ നിന്ന് ചെറിയ വേർഡുകൾ മാറ്റി വെച്ചിട്ട് ഇറ്റ്, ദാറ്റ്, അങ്ങനത്തെ ചെറിയ വേർഡ്സ് മാറ്റി വെച്ചിട്ട് ഏകദേശം 6-7 ലെറ്റേഴ്സിൽ കൂടുതലുള്ള ഒരു വേർഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ബ്രോ അതിൽ നിന്നൊരു വേർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, 6-7 ലെറ്റേഴ്സിൽ കൂടുതലുള്ള ഒരു വേർഡ്, ബ്രോയ്ക്ക് റാൻഡമായിട്ട് ബ്രോ കാണുന്ന ഒരു വേർഡ് സെലക്ട് ചെയ്തു. അതൊരിക്കലും മറക്കില്ലല്ലോ? ഇല്ല. ഷുവറാണ്? ഓക്കെ, ബുക്ക് ക്ലോസ് ചെയ്യുക. മറക്കില്ലല്ലോ?
അല്ല ഇനി പേജ് വേണ്ട ബ്രോയ്ക്ക് വേർഡ് ഓർമ്മയുണ്ടല്ലോ ഉണ്ട് ഓക്കെ ജസ്റ്റ് ഒരു വിരൽ നടുക്ക് വെച്ചിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാർഡ് എടുത്ത് നടുക്ക് വെച്ചാൽ ശരി ഓക്കെ ഫൈൻ ബുക്ക് കയ്യിൽ വെച്ചേക്കാം സോ ബ്രോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് വേർഡ്സ് ഉള്ള ആ ഒരു ബുക്കിൽ നിന്ന് ബ്രോ ഒരു വേർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതെനിക്ക് അറിയാൻ വേണ്ടി എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ഒരു പോസിബിലിറ്റി ഇല്ല സോ ഞാൻ ആ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഞാൻ ഒന്ന് ഗസ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാം എത്രത്തോളം നമ്മുടെ മൈൻഡുകൾ തമ്മിൽ കണക്റ്റഡ് ആണോ നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാം ഓക്കെ ലൈക്ക് ആറാണോ ഫസ്റ്റ് ലെറ്റർ അല്ല ഓക്കെ ABCDയിൽ നമുക്ക് 26 ലെറ്റേഴ്സ് ഉണ്ട് അതിൽ ഏതോ ഒരു ലെറ്ററിൽ തുടങ്ങുന്ന ഏതോ ഒരു ലെറ്ററിൽ അവസാനിക്കുന്ന ഒരു മനോഹരമായ വാക്കാണത് അല്ലേ ബ്രൂ ചെയ്യേണ്ടത് ആ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ച് തുടങ്ങുന്ന ഏതെങ്കിലും ഒരു മൃഗത്തിനെയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പറയാൻ പറ്റുമോ സോ ആ ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ D ആണ് അല്ലേ സോ പിന്നെ എൻ്റെ കയ്യിൽ ലൈക്ക് ഒരു കാർഡ് ഉണ്ട് ഓക്കെ ആ കാർഡിൽ ഞാൻ ലൈക്ക് D എഴുതാൻ പോവാണ് ബ്രോ ശ്രദ്ധിച്ച് കേൾക്കുക അതൊരു വലിയ വേർഡ് തന്നെയാണ് എന്നെ ചലഞ്ചിങ് ആക്കാൻ പറ്റിയ ഒരു വലിയ വേർഡാണ് 6-7 ലെറ്റേഴ്സിൽ കൂടുതലുള്ള ഒരു വലിയ വേർഡാണ് ഷുവറാണ് ഓക്കെ 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 ഫൈൻ 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 സോ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈക്ക് ഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് D ഓക്കെ ഡിയിൽ തുടങ്ങുന്ന ലക്ഷക്കണക്കിന് വേർഡ്സ് ഉള്ള ഒരു ബുക്കായിരിക്കും മേ ബി ബ്രോയുടെ കയ്യിലിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ബുക്കിലും നമ്മൾ ചെറിയ വേർഡാണെങ്കിൽ ഡിയിൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് വലിയ വേർഡ് ഡിയിൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഏതോ ഒരു ലക്ഷക്കണക്കിന് വേർഡ്സിൽ ഒരു വേർഡാണ് ബ്രോ സെലക്ട് ചെയ്തിരിക്കുന്നത് സോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ലെറ്റർ ഗസ് ചെയ്യാൻ പോവാണ് ബ്രോ ഫോർ ദി ഫസ്റ്റ് ടൈം ബ്രോയുടെ ഫ്രണ്ടിൽ ഒരു വൈറ്റ് ബോർഡ് ഉള്ളതായിട്ട് ഇമാജിൻ ചെയ്യുക ഓക്കെ ആ വൈറ്റ് ബോർഡിലായിട്ട് ബ്രോ കണ്ട ആ ഒരു വേർഡിൻ്റെ ലാസ്റ്റ് ലെറ്റർ മാത്രം തെളിഞ്ഞു വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക ഓക്കെ ഞാൻ ബ്രോയുടെ ഫ്രണ്ടിൽ വെച്ചാണ് എഴുതാൻ പോകുന്നത് ഓക്കെ ലാസ്റ്റ് ലെറ്റർ ആണ് ഗസ് ചെയ്തോളൂ ഓക്കെ ഫൈൻ ബ്രോ ഫോർ ദി ഫസ്റ്റ് ടൈം ഏതാണ് ആ ലാസ്റ്റ് വേർഡ് ഡി താങ്ക് യു സോ മച്ച് ഞാൻ ആക്ച്വലി ഇവിടെ D ആണ് എഴുതിയിരിക്കുന്നത് ഓക്കെ ഫൈൻ അതിൽ കാര്യമില്ല നമ്മൾ ആ വേർഡ് ഗസ് ചെയ്യാൻ പോകുന്ന അടുത്തായിട്ട് ഓക്കെ ബ്രോ എൻ്റെ ഒരു ബുക്ക് ഉണ്ട് ബുക്കിൻ്റെ ഒരു സൈഡിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ബ്രോയുടെ ഗസ്സിങ് അല്ല എൻ്റെ ഒരു ഗസ്സിങ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് പ്രഡിക്ഷൻ എഴുതാണ് ഇവിടെ ആയിട്ട് ഈ ഒരു സൈഡിലായിട്ട് ആ ഒരു വേർഡ് തെളിഞ്ഞു വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക ഓക്കെ ഓരോ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് തെളിഞ്ഞു വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക ഓക്കെ യെസ് ബ്രോ കുറച്ചും കൂടെ ഡീപ്പായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ ബ്രോ യെസ് യെസ് ഓക്കെ ഫൈൻ 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 ഓക്കെ ഞാനൊരു വേർഡ് എന്തായാലും ലൈക്ക് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ എനിക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല ഓക്കെ ഓക്കെ ഫൈനല്ല ഓക്കെ ബ്രോ ഫോർ ദി ഫസ്റ്റ് ടൈം ഇനി എനിക്കത് എന്തായാലും മാറ്റാൻ പറ്റില്ല ഓക്കെ ഇനി ബ്രോ എന്താണോ പറയാൻ പോണോ തെറ്റിയാലും ഇല്ലെങ്കിലും എനിക്കത് മാറ്റാൻ പറ്റില്ല ഓക്കെ ഫോർ ദി ഫസ്റ്റ് ടൈം ബ്രോ മനസ്സിൽ കണ്ട ആ ഒരു വേർഡ് ഏതാണ് ഡാഷ് ബോർഡ് ബ്രോ ആക്ച്വലി ഞാൻ എഴുതിയിരിക്കുന്ന ഇതേപോലത്തെ ഒരു ഡാഷ് ബോർഡാണ് താങ്ക് യു സോ മച്ച് അടിപൊളി അടിപൊളി താങ്ക് യു ഓക്കെ ചേർത്തു